പ്രശസ്ത മനോരോഗ വിദഗ്ധൻ ഡോക്ടർ കെ.എസ്. മോഹനൻ അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് കോഴിക്കോട് ചികിത്സയിലായിരുന്നു. മോഹൻ ഭാഗവത്, പ്രവീൺ തൊഗാഡിയ തുടങ്ങിയവരുമായി ആത്മബന്ധം പുലർത്തിയ വ്യക്തിയായിരുന്നു. 11 മണിയോടെ കൂത്തുപറമ്പിലെ സ്വവസതിയിലേക്ക് കൊണ്ടുപോകും. ഉച്ചയ്ക്ക് ശേഷമാകും സംസ്കാര ചടങ്ങുകൾ. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് അനഘ ഹർഷനാണ് ചേരുന്നത്. അനഘ, പറയൂ. രാഖി, പ്രശസ്ത മനോരോഗ വിദഗ്ധനായിട്ടുള്ള ഡോക്ടർ കെ.എസ്. മോഹനനാണ് വിടവാങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. ഈ ചികിത്സ കഴിഞ്ഞ് ഇന്ന് രാവിലെ വീട്ടിലേക്ക് മടങ്ങിയെത്തിയതായിരുന്നു. വീട്ടിൽ വെച്ച് ഹൃദയസ്തംഭനം ഉണ്ടാവുകയും മരണപ്പെടുകയുമാണ് ചെയ്തിരിക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ദീർഘകാലം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കോഴിക്കോട് മാനസികാരോഗ്യ കേന്ദ്രത്തിലും ദീർഘകാലം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഈ ഡോക്ടർ മാത്രമല്ല, നിരവധി പുസ്തകം ഇദ്ദേഹം രചിച്ചിട്ടുമുണ്ട്. ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് അക്രമത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ള സംഘപരിവാർ പ്രസ്ഥാനത്തിലെ ബലിദാനികളെ കുറിച്ചൊരു ചരിത്ര പുസ്തകം രചിച്ച ഒരാൾ കൂടിയാണ്. മാത്രമല്ല, പഴശ്ശിരാജയെക്കുറിച്ച് പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. അങ്ങനെ നിരവധി ചരിത്ര രേഖകൾ ഇദ്ദേഹം രചിച്ചിട്ടുണ്ട്. മറ്റൊന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇദ്ദേഹത്തെ തേടി എത്തുന്ന, ചികിത്സയ്ക്കായി എത്തുന്ന രോഗികൾക്ക് എന്നും ആശ്വാസവും തണലും കൂടിയായിരുന്നു ഇദ്ദേഹം. എല്ലാ രീതിയിലും അവർക്ക് പിന്തുണ നൽകി, സാമ്പത്തികമായിട്ടുള്ള സഹായം നൽകി, സമൂഹത്തിലെ ഏറ്റവും താഴെത്തട്ടിലുള്ളവരെ ചേർത്ത് പിടിച്ച് അവർക്കൊപ്പം തന്നെയായിരുന്നു ഈ ഡോക്ടർ കെ.എസ്. മോഹനന്റെ ജീവിതത്തിലുടനീളമുള്ള യാത്ര എന്ന് പറയുന്നത്. കൃത്യമായി സമൂഹത്തിൻ്റെ ഇടയിലേക്ക്, സാധാരണക്കാരൻ്റെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് കൊണ്ട് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക കൂടി ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു ഇദ്ദേഹം. പക്ഷെ ആ കാലഘട്ടത്തിലും അദ്ദേഹം ഇതിനൊന്നും ഒരു രീതിയിലുമുള്ള പബ്ലിസിറ്റി, താൻ ചെയ്യുന്ന ഒരു പ്രവർത്തിക്കും ഒരു രീതിയിലുമുള്ള പബ്ലിസിറ്റി അദ്ദേഹം ആഗ്രഹിച്ചിരുന്നില്ല, അത് നൽകുകയും ചെയ്തിരുന്നില്ല. അദ്ദേഹം എത്രത്തോളം സാധാരണക്കാർക്ക് എത്രത്തോളം പ്രിയപ്പെട്ടതായിരുന്നു എന്ന് മനസ്സിലാക്കണമെങ്കിൽ നിലവിൽ അദ്ദേഹത്തിൻ്റെ കോഴിക്കോടുള്ള വീടായിട്ടുള്ള ഈ തൊണ്ടയാട് ബൈപ്പാസിനടുത്തുള്ള സാകേതം എന്ന വീട്ടിലേക്ക് ആളുകൾ എത്തുന്നതിൽ നിന്ന് തന്നെ അദ്ദേഹം എത്രത്തോളം ആളുകൾക്ക് പ്രിയപ്പെട്ടതായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നിരവധി ആളുകൾ ഈ വീട്ടിലേക്ക് ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സാധാരണക്കാരിൽ സാധാരണക്കാർ തന്നെയാണ് വീട്ടിലേക്ക് എത്തുന്നത് എന്നതാണ്. ആ രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം. മറ്റൊന്ന്, കണ്ണൂരിലാണ് ഇദ്ദേഹം ജനിച്ച് വളർന്നത്, കണ്ണൂരിലാണ് വീട് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 10 മണി കഴിഞ്ഞതിന് ശേഷം കണ്ണൂരിലെ കൂത്തുപറമ്പിലെ സ്വവസതിയിലേക്ക് മൃതദേഹം കൊണ്ടുപോകും. അതിനുശേഷം ഉച്ചയോടെയായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. എന്തായാലും ഇദ്ദേഹത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം എടുത്തു പറയേണ്ട ഒന്ന്, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് അക്രമ രാഷ്ട്രീയത്തെക്കുറിച്ച് കൃത്യമായൊരു അക്രമത്തെക്കുറിച്ചും ആ അക്രമത്തിൽ ബലിദാനികളാകേണ്ടി വന്ന സംഘപരിവാർ പ്രസ്ഥാനത്തിലെ അവരെക്കുറിച്ചുമൊക്കെ കൃത്യമായ ഒരു ചരിത്രരേഖ തയ്യാറാക്കിയത് കേരളത്തിൽ തന്നെ ഇദ്ദേഹം മാത്രമായിരിക്കും എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഉച്ചയ്ക്ക് ശേഷം കണ്ണൂരിലെ കൂത്തുപറമ്പിലെ സ്വവസതിയിലേക്ക് ഡോക്ടർ കെ.എസ്. മോഹനൻ അന്തരിച്ചു. കോഴിക്കോട് നിന്ന് അനഘ ഹർഷനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.